iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ റീജിയണൽ സ്പെഷ്യാലിറ്റീസ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചില വിഭവങ്ങൾ, അല്ലെങ്കിൽ ചില ചേരുവകൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചാൽ, കോഴിക്കോട് തൊട്ട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കല്ലുമ്മേക്ക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയെല്ലാം. അതുകൊണ്ട് വ്യത്യസ്തമായ പലതരം വിഭവങ്ങൾ അവർ തയ്യാറാക്കുന്നു. അതേസമയം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇതിൻ്റെ ഇപ്പോൾ കല്ലുമ്മക്കായ ആയിട്ട്, അല്ലെങ്കിൽ ചിപ്പി എന്ന് പറഞ്ഞും, അല്ലെങ്കിൽ കക്കയെന്ന് പറഞ്ഞും, എന്തായാലും ഈ ഒരു ഫാമിലിയിൽപ്പെടുന്ന വ്യത്യസ്തമായ പല പല കാര്യങ്ങൾ. ഇപ്പോൾ ആലപ്പുഴ ഭാഗത്ത് ചെന്നാലും, അതായത് ഇപ്പോൾ ബാക്ക് വാട്ടേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ ചെന്നാലും അവിടെയെല്ലാം സ്പെഷ്യാലിറ്റീസാണ്. അവിടെയൊക്കെ ഇത് വാരുന്ന ഒരു രീതിയുണ്ട്, അത് വെച്ച് കറി ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്, പലതരം തോരൻ ഉണ്ടാക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ മാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ ഒരു സമയത്തെല്ലാം തന്നെ ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്നത് ഒരുപാട് കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന കല്ലുമ്മേക്ക വളരെ ഫ്ലഷി ആയിരിക്കും എന്ന് പറഞ്ഞാൽ, ഫ്ലഷി എന്ന് പറഞ്ഞാൽ നല്ല ചതയുള്ളത്, അല്ലെങ്കിൽ നല്ല മാംസമുള്ളത്, നല്ല ഒരുപാട് ഫ്ലഷ് അകത്തുള്ള ഒരു രീതിയിലായിരിക്കും. അത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള കല്ലുമ്മേക്ക കിട്ടുന്ന ഒരു സമയമാണ്. ചില സമയത്ത് കിട്ടുമ്പോൾ, എപ്പോഴും കിട്ടുമായിരിക്കാം, പക്ഷേ ചില സമയത്ത് അത് വളരെ സ്ലിമ്മായിട്ട്, അകത്തെ ഫ്ലഷൊക്കെ ഇങ്ങനെ ചുരുങ്ങി വളരെ ചെറിയ ഫ്ലഷി അല്ലാത്ത കുഞ്ഞതായിട്ടുള്ളതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പറ്റിയ സമയമാണ് കല്ലുമ്മേക്ക വാങ്ങാനും പലതരം വിഭവങ്ങൾ തയ്യാറാക്കാനും. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കല്ലുമ്മേക്ക പച്ച അരച്ചത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കല്ലുമ്മേക്ക തയ്യാറാക്കുമ്പോൾ ഈ പലതരം പാചകക്കുറിപ്പുകൾ നോക്കിയോ, അല്ലെങ്കിൽ പല ആൾക്കാരുണ്ടാക്കുന്ന പാചകക്കുറിപ്പുകളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ തലമുറകളായിട്ട് അമ്മ മുത്തശ്ശിമാരിൽ നിന്നെല്ലാം ഇങ്ങനെ കൈമാറി വന്ന രഹസ്യം എന്താണ് പുതിയ പാചകക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴും ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ കല്ലുമ്മേക്ക ഒന്ന് ആവി കയറ്റി, അപ്പോൾ അത് ആവി കയറ്റുമ്പോൾ തന്നെ അതിങ്ങനെ പിളർന്ന് വരും. അതിനകത്തുനിന്ന് അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ മാംസ ഭാഗം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ആ പച്ചയ്ക്ക് തന്നെ അതിൻ്റെ തോടിൽ നിന്നും അതിനെ ആവി കയറ്റാണ്ട് അതിൽ നിന്നും ഇളക്കി ഫ്രഷായിട്ട് അതിൻ്റെ ഫ്ലഷ് എടുക്കുകയാണ്. അതിൻ്റെ പച്ചയായിട്ടുള്ള ഫ്ലഷ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കല്ലുമ്മേക്ക 25 എണ്ണം, പച്ചയ്ക്ക് അതിൻ്റെ അകത്തെ മാംസമുള്ള ഭാഗം എടുത്തത്, തേങ്ങ ചെറുകിയത് 1.5 കപ്പ്, ചെറിയ ഉള്ളി 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 3 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 3 എണ്ണം 2ആയി പിളർന്നത്, പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിൽ കുതിർത്തത്, ഉപ്പ് ആവശ്യത്തിന്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 3-4, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ ഒരു കല്ലുമ്മേക്ക ഇങ്ങനെ എടുത്തിട്ട്, ഇത് പച്ചയാണ്, ഇതിങ്ങനെ പൊളിച്ചിട്ട് ഇതിനെ ആദ്യം ഒന്ന് വെള്ളത്തിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വാഷ് ചെയ്യണം. അപ്പോൾ അകത്ത് മണ്ണെല്ലാം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടാണിത് ഇളക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ആ ഷെല്ല് വെച്ച് തന്നെ മറു സൈഡും കൂടി ഇളക്കിയിടുക. ഈ രീതിയിൽ ആണ് പൊളിക്കേണ്ടത്. അപ്പോൾ ഇത് പച്ചയ്ക്കുള്ള പൊളിക്കലാണിത്. ഇതിങ്ങനെ ആദ്യം ഒന്ന് പൊളിച്ചിട്ട് രണ്ടായിട്ടാക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മണ്ണെല്ലാം പോകും. എന്നിട്ട് അതിനെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഷെല്ലിൽ നിന്ന്, ആ തോടിൽ നിന്നും മാറ്റി ഒരു സൈഡ് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന തോട് വെച്ചിട്ട് തന്നെ ഇളക്കാം. അപ്പോൾ അതിൻ്റെ ജ്യൂസോട് കൂടി കിട്ടും. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലഷാണ് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു 25 കല്ലുമ്മക്കായിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ 25 എണ്ണം നമ്മൾ ഇതുപോലെ തോടിൽ നിന്നും ഇളക്കിയെടുക്കണം പച്ചയ്ക്ക്. ഇത് ആവി കയറ്റിയതല്ല, സ്റ്റീം ചെയ്തതല്ല, പച്ചയ്ക്കാണ്. അത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും, പക്ഷേ സ്വാദിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ബെച്ചായിരിക്കും. ഇതിൻ്റെ അകത്തുള്ള ജ്യൂസും കൂടി നമ്മൾക്ക് കിട്ടും. അപ്പോൾ അത് കുറേ കൂടി സ്വാദ് നൽകും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ കല്ലുമ്മേക്ക 25 എണ്ണവും പച്ചയ്ക്ക് ഇതുപോലെ അതിൻ്റെ ഫ്ലഷ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി അതിന് വേണ്ട അരപ്പ്, പച്ച അരപ്പാണ്. ഇത് 1.5 കപ്പ് തേങ്ങ ചെരുകിയത്, അതിലേക്ക് 2.5 ടീസ്പൂൺ മുതൽ 3, അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ ആകാം മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ വരെ ആകാം, അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
പിന്നെന്താ, ഒരു 3 ചെറിയ ഉള്ളി, വലിയ സൈസിലുള്ള ചെറിയ ഉള്ളിയാണെങ്കിൽ 3 ആ 3 കൂടി വയ്ക്കുക. ഇനി ഇത് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അതായത് ഒരുപാട് ഫൈൻ പേസ്റ്റ് അല്ല, മഷി പോലെയല്ല, എന്നാൽ തോരൻ്റെ പാകമല്ല. അത് തോരൻ്റെ പാകത്തിനെക്കാട്ടിലും കുറച്ചുകൂടി അരയണം. അപ്പോൾ ഒരു തരിതരിപ്പായിട്ട് അരച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ച്, ആ കല്ലാണെങ്കിൽ കല്ല് കഴുകിയ വെള്ളം, മിക്സി ആണെങ്കിൽ മിക്സി കഴുകി ആ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ അരപ്പ് റെഡിയായി. അപ്പോൾ ഇത് തോരൻ്റെ ഭാഗമല്ല, ഏതാണ്ട് ഒരു അവിയലിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് ഇത് റെഡിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചത്. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ ഇത് പച്ചയ്ക്ക് കലക്കി വെക്കാൻ പോവാണ്. അതായത് ഈ അരപ്പും, ഇത് 1.5 കപ്പ് തേങ്ങ ചിരകിയത്, 2.5 മുതൽ 3 ടീസ്പൂൺ വരെ പിരിയൻ മുളകിൻ്റെ പൊടി, 3 ടീസ്പൂൺ വരെ ആകാം, അതായത് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെന്താ 3 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ചേർന്ന് അരച്ചതാണ്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, ഒരുപാട് പുളി വേണ്ട, ഒരല്പം പുളി മതി, ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്ത്, ഇത് വാളംപുളിയാണ്, അതിങ്ങനെ പിഴിഞ്ഞ് അതും കൂടി അല്പം ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2-3 പച്ചമുളക് 2ആയി പിളർന്നത്, ഇതിനോടൊപ്പം നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്ന കല്ലുമ്മക്കായുടെ ഫ്ലഷ്, അകത്തുള്ള മാംസഭാഗം, അതിൻ്റെ കുറച്ച് ചാറ് കാണും, ആ ചാറോടുകൂടിയാണ് ഒഴിച്ച്, ഇച്ചിരി വെള്ളം, വേകാൻ ആവശ്യമുള്ള വെള്ളം. ശരിക്കും പറഞ്ഞാൽ ഈ പച്ചയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് അതിൻ്റെ മാംസം എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി വരും. അതും നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. പിന്നെ അകത്ത് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ആ 2ആയിട്ട് പിളർന്നിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലാഞ്ചി കഴുകണം. അപ്പോൾ മണ്ണൊക്കെ പോകും. പിന്നെ ജ്യൂസ് 2ാമത് ഇളക്കിയെടുക്കുമ്പോൾ കിട്ടുകയും ചെയ്യും. ആ രീതിയിൽ തന്നെ ചെയ്യണം. ഇച്ചിരി കൂടെ വെള്ളം വേണം. അപ്പോൾ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, കല്ലുമ്മക്കായുടെ കംപ്ലീറ്റ് ഫ്ലേവറും നമുക്കിതിൽ കിട്ടും. മതിയാകും, ഏകദേശമായി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞിട്ട് തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ കടന്നിട്ട് വേകണം. ഇത് പെട്ടെന്ന് തന്നെ വേഗം വെന്തിങ്ങനെ അരപ്പിച്ചിലൂടെ ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല തിള വരട്ടെ. തിള വന്നു കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ പാത്രം അതൊന്ന് അടച്ചു കൊടുക്കുക. എന്തായാലും ഇതൊന്ന് റെഡിയായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ നമ്മളുടെ കല്ലുമ്മക്ക പച്ച വെച്ചത്, അല്ലെങ്കിൽ പച്ച അരപ്പ് വെച്ചത് പാകത്തിന് വെന്ത് ചാറെല്ലാം ഇങ്ങനെ കുറുകി. അപ്പോൾ ചെറിയ തീയിലാണ് ഇടേണ്ടത്. ആദ്യത്തെ ഒരു തിള കഴിഞ്ഞിട്ട് ചെറിയ തീയാണ്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പാകമായി കഴിഞ്ഞു കുറുകി. ഇനി ഒരു കാര്യം പ്രധാനമാണ്, ഇതിനെ താളിച്ചിടൽ. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരല്പം, 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ മീനിൽ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞ് കിടക്കുന്നത് തേങ്ങയിൽ നിന്ന് ഇറങ്ങിയ എണ്ണയാണ്, അരപ്പിൽ നിന്നും. പിന്നെ കുറച്ച് ഫാറ്റ് കണ്ടൻറ്റ് മീനിലുണ്ടെങ്കിൽ അതും എല്ലാം കൂടി വരുന്നതാണ് ഇങ്ങനെ വെക്കുന്നത്. ഇതിപ്പോൾ പാകത്തിന് വെന്തിരിക്കുവാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് കടുകിടാം. രണ്ടോ മൂന്നോ വെറ്റൽ മുളകും, കടുക് പൊട്ടി തുടങ്ങി. ഇനി ആവശ്യത്തിന് കറിവേപ്പില. കുറച്ച് കറിവേപ്പില നമ്മുടെ അരപ്പിൻ്റെ കൂടെയും ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും എക്സ്ട്രാ കറിവേപ്പില. തീ ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിക്കും. തീ ഓഫ് ചെയ്യാം.
അങ്ങനെ നല്ല രുചിയും മണവും ഉള്ള വളരെ തനി നാടനായിട്ടുള്ള ഒരു വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കല്ലുമേക്ക പച്ച അരച്ചത്. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ കല്ലുമേക്കയുടെ സീസണാണ്, പല ഭാഗങ്ങളിലും കിട്ടുന്ന സമയമാണിത്. അപ്പോൾ ഓരോ സ്ഥലത്തും കേരളത്തിൻ്റെ പ്രത്യേകതയാണ് റീജിയണൽ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള കറികളാണ് തയ്യാറാക്കുന്നത്. ഒരേ ചേരുവ തന്നെ പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. കല്ലുമേക്ക എന്തായാലും തലശ്ശേരി, കണ്ണൂർ, പിന്നെ കാലിക്കറ്റ്, കോഴിക്കോട് ഭാഗത്തൊക്കെ പല രീതിയിലുള്ള വ്യത്യസ്തമായ നല്ല നല്ല രുചിയുള്ള കല്ലുമേക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. അതേസമയം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ഇങ്ങനെയുള്ള സെക്ടറിൽ പോയാലും വ്യത്യസ്തമായ വിഭവങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും ഇതൊരു പ്രാവശ്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു നോക്കുക. എല്ലാ ഭാഗത്തെയും വിഭവങ്ങൾ അവർക്ക് പരിചയമില്ലാത്ത വിഭവമാണെങ്കിലും കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില രീതിയിൽ തയ്യാറാക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇത് തേങ്ങ അരച്ച് പച്ചയ്ക്ക് അരയ്ക്കുന്ന ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പി ആണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക, ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും പരീക്ഷിക്കുക. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സ്പെഷ്യൽ വിഭവമാണ്. കേക്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജീവനാണ് അല്ലേ? മിക്കവാറും എല്ലാവർക്കും തന്നെ കേക്ക്സ് ഇഷ്ടമാണ്. വ്യത്യസ്തമായ പലതരം കേക്ക്സ് പരീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വീട്ടമ്മമാരെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യം ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നാണ്. ഏറ്റവും എളുപ്പത്തിൽ ഒരു പക്ഷേ കേക്കിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത ആൾക്കാർക്ക് പോലും ഒരു ഫസ്റ്റ് ടൈം കേക്ക് ബേക്കിംഗ് ഇറങ്ങുന്ന ഒരാളിന് പോലും ചെയ്യാൻ പറ്റുന്നൊരു കേക്ക് എങ്ങനെ ഉണ്ടാക്കും, വലിയ ചിലവില്ലാതെ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്. എന്തായാലും വ്യത്യസ്തമായ പലതരം കേക്കുകളുടെ കൂട്ടത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുതിയ കേക്കുമായിട്ടാണ് നമ്മൾ മാജിക് അവനിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ഇതൊരു വീറ്റ് കേക്കാണ്. വീറ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പ്. അപ്പോൾ ഒരു ഗോതമ്പ് കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് കേക്കിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത് മൈദയാണ് ഒരു ബേസ് ഉണ്ടാവുന്നത്. മൈദയുടെ ദോഷങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എങ്കിലും മൈദ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമായതുകൊണ്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. അതേസമയം ഗോതമ്പ് പൊടിക്ക് കുറച്ചുകൂടി ഫൈബർ ഉള്ളതുകൊണ്ട് അതിനെ അത്രയ്ക്ക് ആരും തള്ളി പറയുന്നില്ല. എന്തായാലും നമ്മളിന്ന് ഗോതമ്പ് പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കുന്നു, ഗോതമ്പ് കേക്ക്. അതാണ് നമ്മളുടെ വീറ്റ് കേക്ക്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോതമ്പ് മാവ് 1.5 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, മുട്ട 3 എണ്ണം, റിഫൈൻഡ് എണ്ണ 1 കപ്പ്, തൈര് 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം. അപ്പോൾ നമുക്കിനി നമ്മളുടെ വീറ്റ് കേക്ക് തയ്യാറാക്കി തുടങ്ങി. സാധാരണ പറയുന്ന വീറ്റ് ഹൽവ എന്ന് നമ്മൾ പറയില്ലേ, ഗോതമ്പ് ഹൽവ, അതുപോലെ നമ്മളൊരു ഗോതമ്പ് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 1.5 കപ്പ് ഗോതമ്പ് മാവ് അഥവാ ആട്ട ഇവിടെ എടുത്തു വയ്ക്കുക. ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കാര്യങ്ങൾ, സാധാരണ കേക്കിലൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും. അപ്പോൾ ബേക്കിംഗ് പൗഡർ കൂടുതലും, സോഡാപ്പൊടി കുറച്ചും. ഇതിപ്പോൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അളന്ന് വെച്ചിരിക്കുകയാണ്, 2 ടീസ്പൂൺ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. 2 കാര്യങ്ങളായി. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് യോജിപ്പിച്ചിട്ട് ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ഇടഞ്ഞ് റെഡിയാക്കി വെക്കണം. 2 പ്രാവശ്യം അരിപ്പയിലൂടെ ഇടഞ്ഞാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യത്തെ ജോലി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, നല്ലൊരു വലിയ ബൗളെടുക്കുക കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ആദ്യം നമ്മൾ ഒരു 3 മുട്ട, മഞ്ഞയും വെള്ളയൊന്നും പ്രത്യേകം ഒന്നും ആക്കുന്നില്ല, ഹോൾ എഗ്സ് മുഴുവനായിട്ട് നമ്മൾ ബൗളിലേക്ക് പൊട്ടിച്ചിടും. ഇനി ഒന്നുകൂടി അങ്ങനെ 3 മുട്ടയും ചേർക്കുന്നു. എന്നിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്ത് നല്ല പതച്ചിങ്ങനെ ഫ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ നല്ല കൊഴുത്ത ഒരു ദ്രാവകമായി മാറും. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ട ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞ് ഇങ്ങനെ നല്ല ഫോമിയായി തുടങ്ങി. ഇനി കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്യാം. അതായത് നമ്മളൊരു 4-5 പ്രാവശ്യമായിട്ടാണ് പഞ്ചസാര ചേർക്കുക. മുട്ടയുടെ ടെക്സ്ചർ മറന്ന് കണ്ടോ, മുട്ടയുടെയും
പഞ്ചസാരയും കൂടി ചേർത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല കൊഴുത്ത് ഇങ്ങനെ ഭയങ്കര ഒരു ക്രീമിയായി മാറുകയാണ്. ഇച്ചിരി നേരം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. മുട്ട ചേർക്കുന്ന സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്താൽ ആ മുട്ടയുടെ ഒരു ഉളുമ്പ് സ്മെല്ലൊന്നും ഉണ്ടാകില്ല. ഇനി ഇതിൽ നമ്മൾ അടുത്ത് അപ്പോൾ നല്ല കൊഴുത്തൊരു ദ്രാവകമായി മാറിക്കഴിഞ്ഞു. കണ്ടല്ലോ, നോക്കൂ, ഭയങ്കര ക്രീമി, നല്ല ക്രീമിയായി വന്നു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാത്രമാണ്. ഞാൻ എപ്പോഴും എനിക്ക് തോന്നി ഈ പാത്രത്തിന് ഏതാണ്ട് മാജിക് അവൻ്റെ അത്രത്തോളം പ്രായമുണ്ട്. എൻ്റെ തുടക്കകാലം തൊട്ടുള്ള പാത്രമാണ്. ഇങ്ങനെ പൊട്ടിക്കാണ്ട് ഞാൻ കൊണ്ട് നടക്കുക. അപ്പോൾ ഇനി അടുത്തത്, അപ്പോൾ ഇത് കുറച്ച് സേഫ് പാത്രമാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നെക്സ്റ്റ് ചേർക്കുന്നത് എണ്ണയാണ്. അടുത്തത് ചേർക്കാൻ പോകുന്നത് എണ്ണ. ഇത് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. അപ്പം 1 കപ്പ് എണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ ബീറ്റ് ചെയ്യാം. എണ്ണയും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് നല്ല തിക്കായിട്ടൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചറായിട്ട് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി വീണ്ടും ബീറ്റ് ചെയ്യുക. തൈര്, ഇനി 1/2 കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്യും. ഇത് 1/2 കപ്പ് നല്ല കട്ട തൈരാണ്. അപ്പം നോക്കൂ, കുറച്ച് ലൂസായി. ഇനി എന്താണ്? ഇനി നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവ്, ഇത് 1/2 കപ്പ് ഗോതമ്പ് മാവ്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്തതാണ്. ഈ സോഡാപ്പൊടി ചേർക്കുന്ന കാര്യത്തിൽ ഒരു സിട്രസ് ആയിട്ടുള്ള ഒരു കാര്യം ചേർക്കുന്നത് ആ കേക്കിന് എപ്പോഴും നല്ലതാണ്. അതിനാണ് നമ്മൾ തൈര് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസിന് ഏറ്റവും നല്ലത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അത് ആ സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോഡാപ്പൊടി ശകലമെങ്കിലും ചേർക്കുകയാണെങ്കിൽ നമ്മളതിൽ തൈര് ചേർക്കുന്നത് നല്ലതാണ്. വളരെ ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഒരുപാട് സ്പീഡിൽ വേണ്ട. മുഴുവൻ മാവും ചേർത്ത് നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ മാറ്റിയിട്ട് ഒരു തടി തവി എടുത്തിട്ട് ബാക്കി സാവധാനം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റണം. നമ്മുടെ കേക്ക് ടിൻ ഇവിടെ റെഡിയാണ്. ഞാനൊരു റൗണ്ട് ഷേപ്പിൽ ഒരു ടിൻ ഇവിടെ, ഒരു ഇൻഡാലിയം ടിന്നാണ്. അതിനകത്ത് കുറച്ച് എണ്ണ തടവി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവ് തൂവിയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ട് എക്സ്ട്രസ് കൂടുതൽ വന്നതെല്ലാം തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിപ്പയർഡ് കേക്ക് ടിൻ. ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്റർ ഒഴിക്കാം. കംപ്ലീറ്റ് ബാറ്ററും മാറ്റി കഴിയും. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് എന്തെങ്കിലും അകത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പോകും. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈ കാഷ്യൂ നട്ട്സ്, അണ്ടിപ്പരിപ്പ് ഇങ്ങനെ നിരത്തണം. അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു അലങ്കാരം. അപ്പോൾ ഇത് ബേക്കായി വരുമ്പോൾ ഇത് മുകളിലേക്ക് പൊങ്ങി വരുമ്പോഴും ടോപ്പിൽ എന്തായാലും അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനി ഇത് ചൂടായി കിടക്കുന്ന പ്രീ ഹീറ്റഡ് അവനിൽ, ഇലക്ട്രിക് അവനിൽ ഒരു 170 180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് ഒരു 30-35 മിനിറ്റ് സമയം, ചിലപ്പോൾ മാക്സിമം 40 മിനിറ്റ്സ് 40 മിനിറ്റ് സമയം വരെ എടുത്തേക്കാം. എന്തായാലും ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഇലക്ട്രിക് അവനാണെങ്കിൽ 180 ചൂടാക്കുക, 170 തുടങ്ങുക. നന്നായിട്ട് കേക്ക് പൊന്തി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരല്പം, അതായത് 180 തന്നെ വെച്ചിട്ട് കേക്ക് നന്നായിട്ട് പൊങ്ങി കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ 170 ആക്കി കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യുക ഒരു 30 മുതൽ 40 മിനിറ്റ് സമയം വരെ. അപ്പോൾ മോൾ ഭാഗമൊക്കെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി എന്ന് തോന്നും. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു ഈർക്കിലോ
എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി നടത്താം. എന്തായാലും ഇനി കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ലതായിട്ട് പൊന്തി വന്നു, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. നിങ്ങൾ കണ്ടല്ലോ ആ ഒരു മോൾഡിനകത്ത് തന്നെ. അത് ഞാൻ ഡീമോൾഡ് ചെയ്തു. നന്നായിട്ട് ഒരുവിധം തണുത്ത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്താൽ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ ഒരു ഇതിലേക്ക് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളുടെ വീറ്റ് കേക്ക്? മനോഹരമായിരിക്കുന്നതല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ അമർത്തി വെച്ച് അണ്ടിപ്പരിപ്പില്ലാതെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയാണ്. ഇനി പ്രത്യേകിച്ച് അലങ്കാരത്തിൻ്റെ ആവശ്യമില്ല. ഇതൊരു സിമ്പിൾ കേക്കാണ് നമുക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇലക്ട്രിക് അവൻ ഇല്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടത് ഒരു കുക്കറിൽ വേണമെങ്കിൽ നമുക്ക് ഇതേ ബാറ്റർ ഉണ്ടാക്കിയിട്ട് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? വീറ്റ് ആണെങ്കിലും ഗോതമ്പ് മാവ് നല്ല സ്പോഞ്ചി ടെക്സ്ചറാണ്. കണ്ടില്ലേ? നല്ല സ്പോഞ്ച് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്വാദാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു സാധാരണ കറിയാണ്, നമ്മളുടെ കല്ലുമേക്ക പച്ച അരച്ച് വെച്ചത് പച്ചവയ്പ്പ്. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു പുതിയ ടൈപ്പ് ഓഫ് കേക്കാണ് വീറ്റ് കേക്ക്. അപ്പോൾ ഏതൊരു വീട്ടമ്മയ്ക്കും തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ